ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ വാറുമായിട്ട് ബന്ധപ്പെട്ടത്. കഴിഞ്ഞ മാസത്തെ വീഡിയോയ്ക്കകത്തും വ്യാഴത്തിന്റെ വീഡിയോയ്ക്കകത്തും ശുക്രന്റെ വീഡിയോയ്ക്കകത്തും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുമെന്ന്. അതുമാത്രമല്ല ഈ അടുത്ത വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഫൈനാൻഷ്യലായിട്ടുള്ള പല പ്രശ്നങ്ങൾ വരുന്നത് കൂടാതെ ഒരു പുതിയ വൈറസ് 2027 ഏകദേശം ഓഗസ്റ്റോടുകൂടി വരുന്നതായിട്ട് വീഡിയോ ചെയ്ത് അതിനകത്ത് വിത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് ഉൾപ്പെടെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു പ്ലാനറ്ററി അലൈൻമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഞാനൊരു മാന്ത്രികനല്ല, ഇതൊരു സയൻസ് ആണ്. ഇപ്പോഴും പറയുന്ന ദർ ഇസ് എ ചാൻസ് ഓഫ് ആറ്റോമിക് എനർജി പ്രസൻസ് ഇൻ ദ എർത്ത്. ഭൂമിയിൽ ഒരു ആറ്റോമിക് എനർജിയുടെ ഒരു സാധ്യത ഉണ്ട്. ഈ ഒരു പ്രത്യേകിച്ച് ഈ 3-4 ഡേറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്നെന്ന് പറയുന്ന ഒരു ഡേറ്റ്. അപ്പൊ ഈ ഒരു ഇതിനകത്ത് നമുക്ക് പ്ലാനറ്ററി അലൈൻമെന്റ് നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി, ബുധൻ അവിടെ നിൽക്കുന്നുണ്ട്. ബുധനും ശുക്രനുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുക. ഏകദേശം 28.07 ഡിഗ്രിയാണ്. അപ്പൊ 28.07 ഡിഗ്രിയിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നു. ഇത് കൂടാതെ നമുക്ക് പല ഗ്രഹങ്ങളും വക്രത്തിൽ പോകുന്നുണ്ട്. അപ്പൊ അതും കൂടെ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൂടാതെ ഇതിന്റെ കൂടെ കണക്കാക്കേണ്ടത് ഈ ഒരു രാശി നിൽക്കുന്ന സൂര്യനുണ്ട്, രാഹുവുണ്ട്, പിന്നെ ശനിയുടെ രാശിയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കണം. അതുകൂടാതെ നമുക്ക് മാസ്, ചൊവ്വ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ ഇമ്പോർട്ടൻസ് കൂടെ നമുക്കിവിടെ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ എങ്ങനെ ഈ വരാനുള്ള പോസിബിലിറ്റി. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഒരു ആറ്റോമിക് പ്രസൻസ്, ഒരു ആറ്റോമിക് എനർജിയുടെ പ്രസൻസ് ഭൂമിയിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഇങ്ങനൊരു സംഭവം ഇല്ല, അല്ലെ അസ്ട്രോളജി റോങ് ആണെന്ന്. ഒരു സയൻസ് ഒരിക്കലും റോങ് അല്ല, ആദ്യം മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാസയൊക്കെ വന്നിട്ട് വെറും കുറച്ച് വർഷം, 10-200 വർഷത്തെ താഴെയായിട്ടുള്ള ഹിസ്റ്ററി. അപ്പൊ അതിനും 10,000 വർഷം മുമ്പ് ഓരോ ഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടെന്നും അതിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഓരോ അതിന്റെ പ്ലാനറ്ററി പൊസിഷനും എത്ര കിലോമീറ്റർ, എത്ര പ്രകാശവർഷം, എല്ലാ കാര്യങ്ങളും ഒത്തിരി ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞതും അതിനു മുമ്പത്തെ അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അതുകൊട്ടെ അപ്പൊ നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ നോർമലി പറ്റുന്നതാണ് മുണ്ടൈൻ അസ്ട്രോളജി എന്ന് പറഞ്ഞ സംഭവമാണ്. മുണ്ടൈൻ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിന്റെയുള്ള കാലാവസ്ഥ, അല്ലെ ഭൂമി കുലുക്കങ്ങള്, അല്ലെന്നൊരു ഈ പ്രകൃതി ദുരന്തങ്ങള്, അങ്ങനെ കൊടുങ്കാറ്റുകള്, എർത്ത്, സുനാമി, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ നോർമലി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് 2-3 പ്ലാനറ്റുകളിലൂടെ നമുക്ക് കൺസിഡർ ചെയ്യണം. മെയിൻ നമുക്ക് അവിടെ നോക്കുമ്പോൾ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഈ 3 ഗ്രഹങ്ങളെ കൂടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പക്ഷതൊരില് നമ്മൾ നമ്മുടെ ഈ മനുഷ്യനുമായിട്ട് കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന സമയത്ത്, അല്ലെ ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട മോഡേൺ അസ്ട്രോളജിയിൽ നമ്മൾ ഈ ഒരു ഗ്രഹങ്ങളെ സാധാരണ കൺസിഡർ ചെയ്യാറില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ യുറാനസിന്റെ, നെപ്റ്റ്യൂണിന്റെ ഓരോന്ന് പറഞ്ഞാൽ പലതിന്റെ, അല്ലെ പ്ലൂട്ടോയുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 7 ഇയേഴ്സ്, അല്ലെങ്കിൽ 14 ഇയേഴ്സ്, 21 ഇയേഴ്സ് ഒരു രാശി മാത്രം കറങ്ങുന്നത്. അപ്പൊ അതിന്റെ ആ ഡിഗ്രിയുടെ അലൈൻമെന്റിന്റെ ഒക്കെ ഉള്ള നാച്ചുറൽ കലാമിറ്റി, അങ്ങനെ കുറെ കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ രാഹു, കേതുക്കൾ, നോർത്തിനോട്, സൗത്തിനോട്, അങ്ങനെയൊക്കെ കുറച്ച് അലൈൻമെന്റ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചില ഗ്രഹങ്ങളുടെ കൺട്രോൾ പോകുന്ന, പ്രത്യേകിച്ച് ജൂപ്പിറ്റർ, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം റിട്രോഗ്രേഷൻ, വക്രത്തിലാണ്. അതേപോലെ ബുധൻ, ഇങ്ങനെയൊക്കെ ഉള്ള ചില ഗ്രഹങ്ങളെ കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഈ പറയുന്ന വീനസ്, ശുക്രൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു കണക്ടിവിറ്റി, ശുക്രന്റെ വീനസിന്റെ കണക്ടിവിറ്റി, അതായത് നമുക്ക് ദേവഗുരു, അസുരഗുരു എന്നൊക്കെ പറയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇവിടെ എന്ന് പറയുന്ന ഈ പ്ലാനറ്റുകൾക്കും തമ്മിൽ കുതന്ത്രങ്ങളുണ്ട്. ഏറ്റവും സൂക്ഷിക്കേണ്ട 2 വേറെ പ്ലാനറ്റ്, രാഹു എന്ന് പറഞ്ഞാൽ വളരെ ക്രൂക്കടാണ്. ശനിയും ക്രൂക്കടാണ്. ക്രൂക്കടെന്ന് പറഞ്ഞാൽ വക്രബുദ്ധി. അപ്പം ഈ ശനി ഡിസിപ്ലിന്റെ ഗ്രഹമാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ലോങ് ടൈമില് പല രീതിയിലുള്ള അനർത്ഥങ്ങളും കാര്യങ്ങളും കൊണ്ടുതരുന്ന ഒരു ഗ്രഹമാണ് ഈ ശനി എന്ന് പറയുന്നത്. അവിടെ രാഹു കൂടെ അലൈൻ ചെയ്തിരിക്കുക. അതായത് ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലാനറ്ററി പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിട്ടം നക്ഷത്രത്തില് അതായത് ശനിയാണ് അവിടുത്തെ നക്ഷത്ര ലോഡ്, അതായത് സ്റ്റാർ ലോഡ് എന്ന് പറഞ്ഞാൽ ശനിയാണ്. അതുകൂടാതെ ഇതിനകത്ത് വന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ ചൊവ്വായ, വീനസ്. അപ്പൊ ചൊവ്വ എന്ന് പറഞ്ഞാൽ അവിടെ ഫയറാണ്. ഫയർ എന്ന് പറഞ്ഞാൽ തീയാണ്, കത്തുന്ന സംഭവം. അപ്പൊ ഇതിന്റെ ഈ ഒരു പ്ലാനറ്ററി അലൈൻമെന്റ് നോക്കുമ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ വളരെ ക്രൂക്കറാണ്, വക്രബുദ്ധിക്കാരനാണ്, എക്സ്പാൻഡ് ചെയ്യുന്നതാണ്, ഉള്ളതിനെ ഇല്ലാത്തതായിട്ടുള്ള കാണിക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്യും.
പിന്നെ സൂര്യന്റെ പ്രസൻസ്. അപ്പൊ ഇത്രയും ഗ്രഹങ്ങള് ഒന്നിച്ചു വന്ന് നിൽക്കും. അതായത് ശനിയുടെ രാശിയിൽ വന്ന് ഈ പറയുന്ന മെർക്കുറി, ബുധന്, അതേമാതിരി വീനസ്, ശുക്രന്, അതുപോലെ സൂര്യൻ 22.29 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അതുപോലെ രാഹു നിൽക്കുന്നു 14.57 ഡിഗ്രി. അതുപോലെ ഈ പറയുന്ന ചൊവ്വ നിൽക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇതും ഈ പറയുന്ന ഗ്രഹങ്ങളുടെ ഒരു കൺജസ്റ്റൻ പോയിന്റ്. അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ യുറാനസ്, നെപ്റ്റ്യൂണ് അതിന്റെ ഡിഗ്രി ഉൾപ്പെടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരു പ്ലാനറ്ററി പൊസിഷനിലെ ഒരു അലൈൻമെന്റ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പറയുന്നത് ഈ അവിട്ടം നക്ഷത്രം. അപ്പൊ ഈ അവിട്ടം നക്ഷത്രത്തില് ഇങ്ങനത്തെ ഒരു പ്ലാനറ്ററി പൊസിഷൻ ഈ കുംഭൻ രാശിയില് അലൈൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് ദർ ഇസ് ചാൻസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. അതായത് ഇങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുകയില്ല. എന്നാലും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ 3-ാം തീയതി വൈകിട്ട് 4-ാം തീയതി അങ്ങനെയൊക്കെ ഉള്ള ചില ഡേറ്റുകൾ, അല്ല 5, 6, പ്രത്യേകിച്ച് സൂര്യൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറുന്നുണ്ട്. അത് കഴിയുമ്പോൾ കാര്യങ്ങൾ കുറെ അനുകൂലമാവും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയെല്ലാം കൺട്രോൾ ചെയ്യുന്നതും ഈ പ്രകൃതിയെ മറ്റ് ഗ്രഹങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രഹമുണ്ട്, ജൂപ്പിറ്റർ. അതായത് വ്യാഴം എന്ന് പറയുന്നത്. ഇപ്പൊ പക്ഷെ ഈ വ്യാഴം വക്രത്തിലാണ്. അപ്പം അവിടെ ഡെസിഷൻ മേക്കിങ്ങിന്, വ്യാഴത്തിന് ഡെസിഷൻ മേക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വ്യാഴം വക്രത്തിലായതുകൊണ്ട് അതിന്റെ ആ ഫുൾ പവർ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ രാഹു ആക്ടിവേറ്റ് ആവും. അപ്പൊ രാഹു, ശനി, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രകൃതിയിലും ഉള്ള പല രീതിയിലുള്ള മാറ്റങ്ങൾക്കും കാരണമാവും. പ്രത്യേകിച്ച് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഫയറി സൈൻ, അതായത് ദേഷ്യം, പിടിവാശി, ബ്ലഡ് എന്ന് പറഞ്ഞാൽ രക്തച്ചൊരിച്ചില്. പ്രത്യേകിച്ച് ആർമി, പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള ഹയർ ഒഫീഷ്യൽസ് ഒക്കെ ആ ഒരു പ്രത്യേകിച്ച് ഈ ഒരു റേഡിയേഷനാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ പറയണ്ട. ഈ ഒരു കോമ്പിനേഷൻ വന്നു കഴിയുമ്പം രാഹുവിന്റെ ആയിട്ടുള്ള പവർ അവിടെ കാണിക്കുന്നത്. അപ്പം എന്താ ഈ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താണ് ചാൻസ് ഓഫ് അറ്റോമിക് എനർജി എന്ന് പറയാന് ഇത് തന്നെയല്ല ശനിയുടെ ആയിട്ടുള്ള കോമ്പിനേഷൻ, ഈ പറയുന്ന രാഹുവിന്റെ ആയിട്ടുള്ള കോമ്പിനേഷൻ, അതുപോലെ ഈ പറയുന്ന ചൊവ്വയുടെ കോമ്പിനേഷൻ, ശുക്രന്റെ കോമ്പിനേഷൻ. ശുക്രനും ഈ പറയുന്ന വ്യാഴം എന്ന് പറഞ്ഞാൽ ഒരു ദേവഗുരു, അസുരഗുരു, അങ്ങനെ ഒത്തിരി കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി. സംഭവിക്കാൻ സാധ്യതയുണ്ട്. 100% സംഭവിക്കണമെന്നില്ല. പക്ഷെ ദർ ഇസ് എ ചാൻസ് ഓഫ് പോസിബിലിറ്റി. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇറാന്റെ ഒക്കെ മേളില് കൊണ്ടൊരു അമേരിക്ക എങ്ങാനും അവരുടെ ന്യൂക്ലിയർ വെപ്പൺ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഒരു ആറ്റം ബോംബ് ഇട്ടാലും മതി, ഒരു കാര്യത്തിന് തീരുമാനമാകും. അപ്പൊ നമ്മൾ ഒന്നും വരാതിരിക്കട്ടെ എന്ന് മനസ്സിലാക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുക. നമുക്ക് അതേ പറ്റുള്ളൂ. നമ്മൾക്ക് സാധാരണ മനുഷ്യരാണ്. പ്ലാനറ്ററി പൊസിഷൻ കൊണ്ട് മാറ്റം വരുന്ന ഈ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കാരണം കഴിഞ്ഞ എന്റെ വീഡിയോയിൽ തന്നെ, ശനിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പലിന് തീ പിടിക്കുന്നതും എണ്ണ ഈ കടലിൽ കലങ്ങുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ശനിയുടെ വീഡിയോ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇതൊക്കെ ചില പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള കണക്ടിവിറ്റിയാണ്. അപ്പൊ ഇങ്ങനത്തെ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് തന്നെ. അതുപോലെ ഈ ഓഗസ്റ്റ് 4 ആകുമ്പോഴത്തെ ഫൈനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തുടക്കമാണ്. അടുത്ത വർഷത്തോട് വളരെ 27-28 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേന് അത് വളരെ അതിന്റെ മൂർച്ഛന്യാവസ്ഥയിലെത്തും. പക്ഷെ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ തന്നെ ക്രൂഡ് ഓയിലിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ അറിയാമല്ലോ, ഒരുപാട് കപ്പലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്കി കെട്ടിക്കിടക്കുക. പക്ഷെ ഇറാന്റെ പെർമിഷൻ ഇല്ലാതെ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതുകൊണ്ട് ഇന്ത്യക്കാന്നെ പോലും സാധാരണ നമ്മുടെ ഒരു ഷോർട്ടേജ് വരാനുള്ള സാധ്യത ഒരു 3 മാസം അല്ലെന്നൊരു 75 days to 3 months നമുക്ക് സ്റ്റോറേജ് ഉണ്ട് വാട്ടർ. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ നിന്ന് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മോറോവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വെരി ഹൈ ആകാനുള്ള സാധ്യത, അങ്ങനെ കുറെ പോസിബിലിറ്റി ഉള്ള ഒരു സമയമായി 2027 എന്ന് പറയുന്നത്. അതൊരു തുടക്കം മാത്രമാണ്. പക്ഷെ 2028 അതിന്റെ ഞാൻ ഓൾറെഡി നമ്മുടെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ക്രൈസിസും ഇതുണ്ടാകുന്നത് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സാധ്യതയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആവുക ഇങ്ങനെയുള്ള സിറ്റുവേഷന്. അപ്പൊ അതാണ് നമുക്ക് റെമഡി ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക മാത്രമാണ് ഇവിടെ ചെയ്യേണ്ടത്. അതേപോലെ ഈ ഒരു സിറ്റുവേഷന് മാറ്റം വരണമെന്നില്ല. ഇനിയിപ്പോ ജൂപ്പിറ്റർ മാർച്ച് 11 വക്രത്തിൽ നിന്ന് സ്ട്രേറ്റ് നേർരേഖയിലാവും. ആ ഒരു സമയത്ത്
ഇതിനൊരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടൻ അസ്ട്രോളജി ഞാൻ അത്ര പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ ഈ പ്ലാനറ്ററി പൊസിഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ നിലയിൽ പൊസിഷനെ ബാക്കി കാര്യങ്ങളെല്ലാം പക്ഷെ നമുക്ക് എന്താണെന്ന് പറയാമോ, നമുക്ക് എല്ലാം കൂടെ ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി ഒരു ലേഡിയെ പറഞ്ഞിട്ടുണ്ട് 28-ാം തീയതി ഈ ഇറാനിലെ അറ്റാക്ക് ഉണ്ടാക്കാൻ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓരോ കാര്യങ്ങളും ഇറാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഇറാന് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റും അതുകൂടാതെ ഇന്നത്തെ പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കാം. അതേമാതിരി ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും, പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് മോർ ഓവർ അസ്ട്രോളജീസ് പ്രോബബിലിറ്റി എന്നുള്ള രീതി വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇത് അതേമാതിരി ഒരു പ്രോബബിലിറ്റിയാണ്, സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. എനിവേ ദർ ഇസ് ചാൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റോമിക് എനർജിയുടെ ഒരു സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് നോക്കുമ്പോൾ രാഹുവിന്റെ പിന്നെ ഒന്നുകൂടെ പറയണം, രാഹു എന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഒന്നുകൂടെ ഉണ്ടെന്ന് കാണിക്കുകയും മൾട്ടിപ്ലൈ ചെയ്യുന്നതും എക്സ്പാൻഡ് ചെയ്യുന്നതും ഇന്നത്തെ മോഡേൺ ടെക്നോളജി അല്ലാതെ മോഡേൺ യുഗത്തിന്റെ ആവശ്യമാണ് രാഹു. അതുപോലെ ചൊവ്വ എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് എനർജിയാണ്. അപ്പൊ ബ്ലഡ് ഷെഡ് രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് ഓൾറെഡി പ്രത്യേകിച്ച് ഈ രാഹുവും ഈ പറയുന്ന ഈ ചൊവ്വായി ഈ പറഞ്ഞ ഓൾറെഡി നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. പല ഗ്രഹങ്ങളുമായിട്ട് കോമ്പിനേഷൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇറാന്റെ ബർത്ത് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ട് അലൈൻ ചെയ്ത് നിൽക്കാം. നമ്മുടെ കേരളത്തിൽ സാധാരണ ഉള്ള വേദിക് അസ്ട്രോളജിയാണ്. നേരത്തെ ഞാൻ വെസ്റ്റേൺ ഒക്കെ പഠിച്ച സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ബറാക് ഒബാമയുടെ ഡയറക്റ്റ് ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുന്ന പുള്ളിയാണ്. അപ്പൊ പുള്ളിയുടെ ശിഷ്യൻ എന്നെ ഡയറക്റ്റ് പഠിപ്പിച്ചു. ഞാൻ ആ ആളിന് ഇമെയിൽ അയച്ചു. അപ്പൊ ഇമെയിൽ അയക്കാൻ കാരണം ഒരു ബുക്ക് വായിച്ചു, പ്രിഡിക്റ്റീവ് അസ്ട്രോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ ഇതാണ് ആ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബുക്കിനകത്ത് വ്യക്തമായിട്ട് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ സ്കൈയില് ഓരോ കാര്യങ്ങൾ ഫോം ചെയ്യുന്നത്. ഇത് ജാക്വലിൻ കന്നഡയുടെ ബർത്ത് ചാർട്ടാണ്, അതായത് ജോൺ എഫ് കന്നഡയുടെ വൈഫ്. അപ്പൊ അതിനകത്ത് ഓരോ ഗ്രഹങ്ങൾ പ്ലൂട്ടോ നെപ്റ്റ്യൂണ് ഒക്കെ നിൽക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന മാതിരിയുള്ള അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്ലാനറ്ററി അലൈൻമെന്റ് നോക്കുമ്പോൾ പല ഗ്രഹങ്ങളെ നിൽക്കുന്നു. ഇവിടുത്തെ മാതിരിയല്ല, സോളാർ ഫയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കൊണ്ട് വളരെ എഫക്റ്റീവ് ആണ്. ഒറ്റ സമയത്ത് തന്നെ ട്രാൻസിഷനും അതായത് ഗോചാരം ആ നിൽക്കുന്നതും പ്രത്യേകിച്ച് നമ്മുടെ ബർത്ത് ചാർട്ടിലുള്ള പ്ലാനറ്ററി പൊസിഷനിൽ ഏത് ഗ്രഹങ്ങൾ എപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാനുള്ള ടെക്നോളജി ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിന് ഇച്ചിരി പ്രൈസ് കുറവാണ്, ഏകദേശം 350, 400 അല്ല ഇപ്പൊ $450. അപ്പൊ അത്രയും ഒരു പ്രൈസിന്റെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ചില ആൾക്കാർ കളിയാക്കാരെടുക്കാനുള്ള രീതിയിലുള്ള അന്ധമായിട്ട് ചില കുട്ടികളെ പാരി ലോകപരിചയം ഇല്ലാത്ത ആൾക്കാരുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അസ്ട്രോളജീസ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞത് കൂടാതെ ഇതൊരു സയൻസ് ആണ്. ഒരിക്കലും ഒരു സയൻസും തെറ്റത്തില്ല. അപ്പം എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ പറയുന്ന ആൾക്കാർ ചിലപ്പം പറഞ്ഞ് തെറ്റിക്കുമായിരിക്കും. ബട്ട് ഐ ആം നോട്ട് ബോthered. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറയുന്നതിനകത്ത് പല വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും പറയുന്നത്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ന്യൂമറോളജി ആയാലും അല്ലെന്നൊരു മിസ്റ്റിക് ട്രയാങ്കിള് അല്ലെങ്കിൽ ഇങ്ങനെ പല നെയിം കറക്ഷൻ, നെയിം അലൈൻമെന്റ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നമ്മൾ സബ്ജക്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ വർഷങ്ങളോളം അധ്വാനത്തിൽ കൂടെ നമ്മൾ നേടിയതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഈ പറയുന്നതിന്റെ ബേസ്ഡായിട്ട് പല കാര്യങ്ങളും ഓൾറെഡി നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങാനൊക്കെ എന്ന് പറഞ്ഞാൽ ലേറ്റായി. എന്തായാലും നിങ്ങൾ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.